ജോയേ അലുമിനായി സാമ്പാറുണ്ട്, ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മളപ്പം ഇവിടെ ബീഹാറിൽ വന്നിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും കൂടുതലൊന്നും അപ്ലോഡ് ചെയ്തില്ല കഴിഞ്ഞ വർഷത്തെ പോലെ. എന്നാൽ ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഏകദേശം 28ഓളം ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 ദിവസം കൂടെ ഇനി ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ദിവസം നമുക്ക് ഒരു ചെറിയൊരു ഫുഡൊക്കെ റെഡിയാക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തു. കാരണം ജോയ് ഇവിടെ ഇല്ലായിരുന്നു, ജോയ് മുൻകയറി പോയേക്കുമായിരുന്നു. സോ മുൻകയറി പോയിട്ട് ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചിക്കനൊക്കെ വാങ്ങിച്ചു. അപ്പം ആ ചിക്കൻ നമ്മളിന്ന് ഫ്രൈ ചെയ്യുകയാണ്. സോ അപ്പം നമ്മുടെ റൂംമേറ്റ്സും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് ഫസ്റ്റ് കിച്ചണിലേക്ക് പോവാ. ജോയ് തന്റെ അവിടെ ഭയങ്കര കുക്കിങ്ങിലാണ്. ജോയ് കണ്ടോ, ജോയ് അവിടെ കുക്കിങ്ങിലാണ്. കൂടാതെ നമ്മുടെ അലൂമിനിയായി സാമ്പാറുണ്ട്. പിന്നെ ഇതാണ് ഷാരോൺ കെരിത് ഷാജി കാണിച്ച് ഇവിടെ. ഷാരോൺ ഷാജി ഉണ്ട്, നമ്മുടെ എഡിറ്ററാണ്, ക്യാമറാമാനാണ്, ഓടുന്നതാണ് ഇവിടെ. പിന്നെ ക്യാമറമാനാണ്. സോ ജോയ് എന്തോ ചോദിച്ചോണ്ടിരിക്കുക. നമ്മളിവിടെ ഫ്രൈ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ജോയുടെ ഡിഷാണ് മെയിൻ ഇന്ന് കേട്ടോ. കണ്ടോ, ഇവിടെ ഒണിയൻ നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കുക. ഒണിയൻ എന്തിനാടാ കട്ട് ചെയ്ത് കഴിക്കാം അല്ലേ? ഓക്കെ. ഫ്രൈ ചെയ്യുന്നില്ല? ഫ്രൈ ചെയ്യുന്നില്ലല്ലേ? ഓക്കെ, ഫ്രൈ. സോ ഇവിടെ കണ്ടോ, നമ്മുടെ ചിക്കൻ ബാലൻസ് ഇവിടെ ഇനിയുണ്ട്. ഇവിടെ കാലൊക്കെ ഇടും കേട്ടോ, നാട്ടിൽ കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. കാലെന്തിനോട് വാങ്ങിച്ചില്ലേ? കാലെന്തിനു വേണ്ടി വാങ്ങിച്ചേ? ചോദിച്ചു വാങ്ങിക്കായിരുന്നു കാര്യം? ഇല്ല, ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ ഇടും, നല്ല ടേസ്റ്റ്. അപ്പം ബീഹാറില് നമ്മൾ ചോദിക്കുന്ന ആവശ്യമില്ല, കാലും തലയും എല്ലാവരും വായിടുന്നുണ്ട്. സോ ഞങ്ങൾ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ടിഷ്യൂലേക്ക് മാറ്റുക, എണ്ണ പിടിക്കാനായിട്ട്. പിന്നെ പേടിച്ചു പോയി. What all the things you apply? Sunscreen. ആക്ച്വലി മോർണിംഗ് രാവിലെ ചേച്ചി വിളിച്ചു, കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പഠിച്ചു. അല്ല പഠിക്കുന്ന you did try early? No, first year. I did hotel management. Now very good. So say what are things you apply? I did mirchi powder and salt and masalas and dhania powder. I added and I marinated for half an hour and directly I took and I was cooking it. So how many hours is now this? It depends. It's how many hours we can? Yeah, we can keep, if we keep curd it will be more good, but lacking curd now today. So we can for just half an hour it's enough. Okay. Fine. So now what are you going to do? I'm going to keep food fry. Give a fry. You applied oil over there. Yeah. Okay, fine. That's enough. No? Do you want me to keep more? Yeah. Still directly okay. Yeah, good. Okay. ഒന്ന് ടേസ്റ്റ് ചെയ്ത് Here already. ഇവിടെ നമ്മൾ ഓൾറെഡി ഫ്രൈ വെച്ചിട്ടുണ്ട്, കുറച്ച് റെഡിയായി. കാരനനുസരിച്ച് ടേസ്റ്റ് നോക്കിയടാ. ചെറുതാ പറഞ്ഞപ്പോഴത്തേക്ക് വലുതൊക്കെ എടുക്കണം. ചൂടല്ലേ? Take a tissue. ചൂട് ഉണ്ട്. കൊള്ളിയേലും പുള്ളിനെ വളരെ കുറവല്ലേ? പറയണ അഭിപ്രായം പറ. ചൂടാണ്, ടേസ്റ്റി, ഗുഡ്. ഓ ജോയ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അപ്പം ഇതിപ്പോ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ചിക്കൻ റെഡി ആയിട്ട് നമ്മൾ ഫുഡ് ഓൾറെഡി ഫുഡ് എന്തിടാ, നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം ചോറൊന്നും ആവശ്യം വന്നില്ല, ഫുഡൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? ഇങ്ങനെ ഇരിക്കും, വല്ലപ്പോഴും കറിയിലേക്ക് കയറണം കേട്ടോ. അത്ര കൂട്ടി വെച്ചതായിരിക്കും. എന്റെ പൊന്നു ഫ്രണ്ട്സ്, ഇത് കണ്ടോ, അന്യ പ്രൊഫഷണാലിറ്റിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവല്. എന്തൊക്കെ തെറിക്കും വേണ്ട. ഭയങ്കരമായിട്ട് കടക്കും.
ഒരു വീടുണ്ട് ഇവിടെ ഇന്ത്യൻ മിഷനിലെ ടീച്ചറാണ് ഇപ്പൊ എത്ര മാസം ഇവിടെ വന്നിട്ട്? 10 വർഷം, 6 മാസം. അപ്പൊ നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. അലുമിനിയ രീതിയിൽ IBCയുടെ എക്സ്പീരിയൻസും അതുപോലെ ഇവിടെ വന്നുള്ള എക്സ്പീരിയൻസ് പറയാം. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുടിയെല്ലാം സെറ്റ് ആക്കട്ടെ, മുടിയൊക്കെ സെറ്റ് ആക്കട്ടെ, അതിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് കല്യാണം കഴിക്കണം. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതല്ല, കല്യാണം കഴിച്ചിട്ട് വരുന്നതല്ല. ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചിന്തകളും കാണത്തില്ല. പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഫാമിലിയുടെ ചിന്തകൾ വരും. നമ്മൾ ഔട്ട് ഓഫ് കേരള പോവാണെങ്കിൽ, ഫ്രം എനി സ്റ്റേറ്റ് പോവാണെങ്കിൽ, അൺനോൺ പ്ലേസിൽ പോവാണെങ്കിൽ യു വിൽ തിങ്ക് അബൌട്ട് യുവർ ഫാമിലി ഓൾ ദ ടൈം. മാരീഡ് വരുവാണെങ്കിൽ മാരീഡ് ആയിട്ട് വരുവാണെങ്കിൽ ഗുഡ്, ബട്ട് എന്താ പറയുന്നത്, it's better, no, it takes time. Starting period, I also was very anxious. I was very anxious, but God helped me, and I'm still here. Now it's almost 2 months. So yeah, it's good. Teaching kids, those who don't know anything. But God has given us knowledge. So we get. So if God has given us knowledge, we take that knowledge, give our knowledge back to God. So that is to serve God and serve people. Yes, that's how we are. നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ ഇവിടെ? Yes, it's a good experience. അപ്പം നമ്മുടെ അവിടെ ഉള്ള പിള്ളേരോട് ഇങ്ങോട്ട് വരാൻ ആഹ്വാനം എങ്ങനെയാ? ഇവിടെ അൺറീച്ച് കുറെ പ്ലേസസ്. Yes, actually there are a lot of opportunity. I was just thinking yesterday, I was thinking if I had gone, if I want to go personally for somewhere, there is no other person to do the same work. That's the problem. There is so many opportunities, a lot of opportunities. Rather than going, in South India, I have no idea. But in Kerala especially, there are a lot of people who are sitting in house doing nothing. There are a lot of opportunities in North India. Especially India Mission has a lot of, teaching field is there, which, then BBS is there. Then they have children's film show is there. Then they have medical camp. A lot of things they under India Mission, and they need people. And just now last time AB sir said that the main person who is controlling India Mission, he said we need people. There is a lot of opportunity, but less workers. So I encourage you guys, after graduation, just come once you come. Do at least 1 or 2 months to see, experience. You will understand. Then you can go back, pray, then come back again. Then you will understand now the experience coming, doing there and here coming here. You'll be very satisfied. Very satisfied. So guys, Just here. so guys, നമ്മളുടെ ഇവിടെ ഉണ്ടാക്കിയ നല്ല ഫ്രഷ് മാങ്ങയാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ മണമൊക്കെ സെയിമാണ് അവിടെ വന്നിട്ട്. മണം ചെയ്യണം. പിന്നെ പൊട്ടറ്റോ വ്യത്യാസമുണ്ട്. പൊട്ടറ്റോ നമ്മുടെ ഇവിടുത്തെ കാട്ടും വ്യത്യാസമുണ്ട്. അതെന്താ? കുറച്ച് വ്യത്യാസമുണ്ട്. ഗ്യാസ്ട്രിക്കിന്റെ വ്യത്യാസമുണ്ട്. ഇതാണ് ഏബൽ വിളിച്ചത് കിട്ടി കിടന്നതിന്. അപ്പൊ നമ്മുടെ റോയിപ്പാസിന്റെ മോനാണ്. അതൊരു മോനാ. ഇവിടുത്തെ അവൻ സെയിമാണ്. ആയി പറഞ്ഞു ആയെങ്കിലും പറയാം. ഇന്ത്യ മിഷനിലെ നമ്മുടെ എബിസാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലേ? കൂടെ ഇവൻ വർക്ക് ചെയ്യും. ഇവരല്ല, റോയിസാറിന്റെ മോനാണ്. ഇപ്പം ഏബൽ എത്ര പഠിക്കുന്നത്? അതൊരു പ്രത്യേകത. ഏബലിന്റെ സ്റ്റഡീസ് അവിടെ ഏഞ്ചലും വന്നിട്ട് വിളിഞ്ഞിരിക്കുക. ഏബല് ഹോം സ്റ്റഡി അല്ലേ? അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് പറഞ്ഞു. എങ്ങനെയാ ഹോം സ്റ്റഡി ചെയ്യുന്നതെന്നൊക്കെ? ഇവിടുത്തെ സ്കൂൾ എങ്ങനെ ഓൺലൈൻ സ്റ്റഡി ചെയ്യുന്നത്? യൂട്യൂബില് ബൈജൂസോ എങ്ങനെയാണ്? ബുക്സ് എടുത്തോ? ഓക്കെ. അപ്പൊ എങ്ങനെയാ സ്റ്റഡീസ് ഒക്കെ? ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടീച്ചേഴ്സിന് അടിയും വഴക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര പേടിയാണ്. വീട്ടിലായിരിക്കുന്നത് പപ്പയമ്മ ഇരിക്കുന്നത്. എങ്ങനെ പറ, ജസ്റ്റ് ഇതിന്റെ എക്സ്പീരിയൻസ് ആണ്. അറിയാത്ത കുറെ ആൾക്കുണ്ട്, അവർക്ക് വേണ്ടിട്ടാ. വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നത് നല്ലതായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. നല്ല ആംബിയൻസ് അല്ലേ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ? ടെൻഷൻ ഇല്ല അല്ലേ? ഉണ്ടോ? അപ്പം അടുത്ത ജനറേഷൻ ആണെങ്കിൽ കാണുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് ഹോം സ്റ്റഡി ആണ് ഏബിൾ ചെയ്യുന്നത്. ഏബിൾ ഇഷ്ടമായി? ഹോം സ്റ്റഡിയിൽ ഇഷ്ടം ഉണ്ടോ? ഹോം സ്റ്റഡി ആണ് ഏബിളിന് ഇഷ്ടം. അപ്പൊ എന്താ കേട്ടില്ല? സ്കൂളിലെ വ്യത്യാസം സ്കൂള് അതുകൊണ്ട് മെനി പീപ്പിൾ കം ഫ്രം കേരള എന്ന് പറയുന്ന പിള്ളേർക്ക് സ്റ്റഡീസ്. പക്ഷെ ഇപ്പം it's developing. Education system is developing. Otherwise, it is not good. If you kids want to have good education in Kerala. Otherwise, most of the people who are here, they send their children after 12th or after 10th. They send their children to Kerala or other cities or other places of India for education.
ഇവിടുത്തെ എഡ്യൂക്കേഷൻ കാര്യം ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ CBSE ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഗവൺമെന്റ് സ്കൂളൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ വരും, പക്ഷെ അവർ പഠിപ്പിക്കൂല. അല്ല അങ്ങനെയല്ല, പഠിപ്പിക്കൂലല്ലോ അവര്. സാമ്പ്രോ അവർ പഠിപ്പിക്കൂ ടീച്ചേഴ്സ് ഒക്കെ വന്നിരുന്നിട്ട്? പഠിപ്പിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നല്ലോ. പഠിപ്പിച്ച് നടക്കില്ല, പഠിപ്പിച്ച് നടക്കില്ല. അതാണ് മെയിൻ കുഴപ്പം ഇവിടുത്തെ. അപ്പം ഇനിയിപ്പം സാമ്പ്രോ പറഞ്ഞൊരു കാര്യം കൂടെ ഇതിന് കൂടെ ആഡ് ചെയ്യുകയാണ്, നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് കൂടെ ഒരു കാര്യം ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ നമുക്ക് ഇന്ത്യൻ മിഷൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് വന്ന് ഇവർക്ക് കൂടെ വർക്ക് ചെയ്യാം. സെൻസ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പ്ലാറ്റ്ഫോം അവർ റെഡിയാക്കി തരും. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. പിന്നെ ബൈബിൾ കോളേജിൽ പോയാലേ വരാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിലോ വില്ലിംഗ് ആയിട്ട് വരാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വരാം, വന്ന് ഇവിടെ പഠിപ്പിക്കാം, പിള്ളേരെ പഠിപ്പിക്കാം. ഇംഗ്ലീഷും പിന്നെ മാത്സും കുറെ നമുക്കറിയാവുന്ന അറിവിനെ അവർക്ക് ഇമ്പാർട്ട് ചെയ്യുക. അതാണ് മെയിൻ നമ്മുടെ മോട്ടീവ്. അപ്പൊ അതിനുവേണ്ടി ഇന്ത്യൻ മിഷൻ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്ക് വരാം. അപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയല്ലേ? അയ്യോ എന്നെ വിട്ടേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്തൊക്കെയാ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ ഷാരൻ എന്തായി? അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വെച്ചായിരുന്നു, അപ്പം അതിന്റെ ബാക്കി വന്നു. ഇന്നലെ ഷാരനായിരുന്നു നമുക്ക് വെച്ചതിനായിട്ട്. ഷാരന്റെ എക്സ്പീരിയൻസ് ഇന്നലെ എങ്ങനെ വെച്ചേ? ഇന്നലെ ഇതുപോലെ അല്ല, ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ എന്റെ കയ്യിലെ നീറ്റല് പോയില്ല. ചിക്കൻ്റെ കൂടെ അവൻ സ്കിന്ന് തന്നു, അവന്റെ സ്കിന്ന്. ഞങ്ങള് കുറച്ച് ഇത് പൊടിച്ചിട്ട് അതിലൂടെ ഇതെന്ന് വെച്ചാൽ ഇതെന്തോ ഈ സാധനം ഇത് മറ്റേ റെഡ് ചില്ലിയാണ്. മനസ്സിൽ കണ്ട ഇവിടെ വീഡിയോ വരത്തില്ല, നീ പറയണം. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണെന്ന് പറഞ്ഞ് ഇത് കുറെ പൊടിച്ചത്. ഇത് പാട്ടിമുളകണ്ടോ? ഇത് പക്ഷെ ഭയങ്കര എരിയായിരുന്നു. നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, എരി കൂടിപ്പോയി. പക്ഷെ എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇവര് പറയുന്നില്ല. നല്ലതായിരുന്നു. അത് ഞാൻ പൊക്കി പറയുന്നില്ല, ഷാരനുണ്ട് സൂക്ഷിച്ചിട്ട് വരുന്നത് കേട്ടോ. ഫീറ്റ് മടങ്ങിയില്ല. എന്ത് ചൂടെടുത്തപ്പോ വാദം ടേസ്റ്റ് നോക്കി സാമ്പ്രോ? നല്ല ടേസ്റ്റ്. ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പം നമുക്ക് ഇനി അടുത്ത അമ്മച്ചിയെ പൊട്ടണ ചോയ് What are you doing? That is Oh, Dad, what are you doing? This leg inside the air is there. Oh, inside the Water inside the leg. Oh. So this Blasting, is guys. so, but I am so. എല്ലാം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് നിങ്ങൾ നാളെ പോകുന്നതിന് ഓർത്ത്. നാളെയല്ല മേഡം. എന്തായാലും നിങ്ങൾ പോവാണ്. വീഡിയോ എടുക്കുന്നതിലേക്ക് നാളെ ഇത് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ഒരു സെലിബ്രേഷൻ പോലെയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളോടുള്ള ഒരു മെസ്സേജ്, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ആവശ്യമുണ്ട്. ബിക്കോസ് നമുക്ക് നമ്മളുടെ പ്രായത്തിലുള്ള കുറെ കുട്ടികൾ ഇവിടെയുണ്ട്, നമ്മളെങ്ങാനും ഇളയ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ലോ ആണ്. ഞങ്ങളിപ്പോൾ ഇത്രയും ഞങ്ങളിവിടെ ഓക്കെ ആണെങ്കിൽ ഇവിടുത്തെ നോർമലായിട്ടുള്ള കുട്ടികളുടെ അവരുടെ എഡ്യൂക്കേഷൻ ഭയങ്കര ലോ ലെവലിലാണ് ഇപ്പോഴും. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അപ്പം എന്നെ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു ഉള്ളിലൊരു ബർഡൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം വെയിറ്റ് ചെയ്യരുത്, ഇപ്പോൾ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ മിഷന്റെ ആൾക്കാർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഉറപ്പായിട്ടും കടന്നു വരിക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതി. നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നാളെങ്കിലും കുറച്ച് സമയമെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ വി ആർ ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു. പക്ഷെ തമാശയല്ല, അവൻ പറഞ്ഞ കാര്യം വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് അവൻ പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ടൈം ഏകദേശം 2 മണിയായി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ബീഹാർ. ബൈ ബൈ. ജോയ് ബൈ 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 ബൈ. സലാം. ബൈ പറഞ്ഞു എന്ത്? അയ്യോ ബാനിഷേ. ഓക്കെ ബൈ. ഓക്കെ സൈനിങ് ഔട്ട്. ബൈ.